ഷിജു, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഡോക്ടർ ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ ഒരു നോട്ടീസ് പതിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ പറയുന്ന കാര്യങ്ങളാണ്. ആ പറയുന്ന കാര്യങ്ങൾ ശരിയെങ്കിൽ അത് അത്യന്തം ഗൗരവതരമായ വിഷയമാണ്. ഇതിൽ മന്ത്രി പറഞ്ഞിട്ടാണ് ഈ നോട്ടീസ് ഇവിടെ ഒട്ടിച്ചതെന്നൊക്കെ പറയുമ്പോൾ, പതിച്ചതെന്നൊക്കെ പറയുമ്പോൾ അതിലാണ് നമുക്കൊരു സംശയമുള്ളത്. മന്ത്രി ആ രീതിയിൽ പറയുമോ? സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കോന്നി MLA KU ജനീഷ് കുമാറിനെ കോൺടാക്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് MLA നൽകിയ മറുപടി. ഷിജോ, അതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു മന്ത്രി ഈ രീതിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോട് ആ രീതിയിൽ പറയുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ട്, ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നോട്ടീസ് പതിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഡോക്ടർ ശിവപ്രസാദ് എത്തിയത് എന്ന രണ്ടാമത്തെ ചോദ്യം. ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ആ നോട്ടീസിൽ ആ ഡോക്ടർ സൂചിപ്പിച്ച കാര്യങ്ങൾ അത് ശരിയെങ്കിൽ അത് അത്യന്തം ഗൗരവമായ കാര്യമാണ്. ഇതിനോട് പ്രതികരിക്കേണ്ടത് മന്ത്രിയെ പറഞ്ഞുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജോ ഓഫീസോ കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. നോക്കാം നമുക്ക് വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്. നിലവിൽ മന്ത്രിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടുന്നില്ല. ഒപ്പം തന്നെ അവിടുത്തെ MLA നമ്മൾ കോൺടാക്ട് ചെയ്തു. ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് KU ജനീഷ് കുമാർ പറഞ്ഞത്. ഷിജോ, തുടരാം. പ്രതിന് ഒന്നാമത്തെ കാര്യം, ആരോഗ്യമന്ത്രി ഒരു തരത്തിലും ഇത്തരമൊരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ആരോഗ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയുടെ ഓഫീസോ ഇത്തരത്തിൽ ആശുപത്രിയുടെ അസൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് എവിടെയെങ്കിലും പതിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസോ ഒരു ഡോക്ടർക്കും ഒരു മെഡിക്കൽ കോളേജിലും ആർക്കും എവിടെയും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും അസൗകര്യമുണ്ടോ എങ്കിൽ അത് കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട ഇടപെടലാണ് നടത്തേണ്ടത് എന്നുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി എവിടെയും പറയുന്നതാണ്. അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടാണ് താനിത് പതിച്ചത് എന്ന് പറയുന്ന ഡോക്ടറിന്റെ വാദം ഒന്നാമത് പൊളിയുകയാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടാകുക. മറ്റൊരു കാര്യം, ഇതിനകത്ത് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇത് പതിച്ചു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മന്ത്രി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തം കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്. രോഗിക്ക് അവിടെ ശസ്ത്രക്രിയയ്ക്ക് വരുമ്പോൾ ആ രോഗിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്തം ഡോക്ടറിലേക്ക് വരികയാണ്. അപ്പോൾ അസൗകര്യമില്ലായ്മ, അതായത് ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യമില്ലാതെ പൂർണ്ണമായിട്ടും അസൗകര്യമാണ്. അപ്പോൾ അതുകൂടി ഡോക്ടർ എന്തിനാണ് ഏറ്റെടുക്കേണ്ടത്? അപ്പോൾ അത് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയല്ലേ? അപ്പോൾ അത് ആരോഗ്യ വകുപ്പാണ് അത് ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അക്കാര്യങ്ങൾ പറയുകയാണ് താൻ അവിടെ ചെയ്തത്. ആരോഗ്യമന്ത്രി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ശിവപ്രസാദ് അവിടെ ഏതാണ്ട് 2 ആഴ്ചയായിട്ട് പോസ്റ്റോടെ ഉണ്ടായിരുന്നു. ഇന്നാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. എന്തായാലും അത് മന്ത്രിയെ പഴിചാരി അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിനെ പഴിചാരിക്കൊണ്ട് അങ്ങനെ താനിത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ശിവപ്രസാദ് ഇതിനെ ന്യായീകരിക്കുന്നത്. എന്തായാലും അത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വേണ്ടത്ര ജീവനക്കാരില്ല, വന്യമൃഗ ശല്യമുണ്ട്. പക്ഷേ ഈ പറയുന്ന എല്ലാ രോഗികളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സമീപനം ഡോക്ടറിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത് ശരിയല്ല. ഇനി ഇതിനകത്ത് ആരോഗ്യ വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ മന്ത്രി ഇതിനകത്ത് എന്ത് പ്രതികരണം നടത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. വ്യക്തമാണ് ഷിജു. എന്തായാലും തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് നടത്തിയതുപോലെ മറ്റൊരു വെളിപ്പെടുത്തലാണ് അത്. പക്ഷേ മറ്റൊരു വിചിത്രമായ രീതിയിൽ കോന്നി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് നടത്തി എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും അതിൽ പറഞ്ഞ ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്യന്തം ഗൗരവതരമാണ്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ഒരു നോട്ടീസ് പതിക്കേണ്ടി വന്നു തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വരും മണിക്കൂറിൽ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.